you see? There are no trees inside of me. In this desert I can look at you with love, seeing all that I can learn. Can you stay and I will grow the hanging gardens of Babylon. Love, 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 I wanna be strong, strong, strong. We're doing wrong, 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 but I'll fix it, fix it. Love, 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 I wanna be strong, strong, strong. We're doing wrong, 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 but we'll change it, change it. I would like to tell you my inner street. I would like to go with you into the street. Please don't deny your love makes me. ഇത് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഈ താഴെ കണ്ട ഈ വഴി താഴേന്ന് മുകളിലേക്ക് ബസ്സിൽ വന്നു. 200 rupees per person. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ഡ്രോപ്പിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് 1 kilometer നടന്ന് മുകളിലേക്ക് കയറണം. ഓക്കെ, so as you see it's very beautiful, very pretty. നല്ല ഭംഗിയുണ്ട്. എന്താ ചോദിച്ചേ? നീലക്കുറിഞ്ഞികളാണോ? നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നാട്ടിലൂടെ അതിമനോഹരമായ ഈ സായാഹ്നത്തിൽ, സായാഹ്നം പറഞ്ഞ നേരെ രാവിലെ അല്ലേ, വൈകുന്നേരം ഇളകിയിരിക്കുക. ഇതിപ്പോ എത്ര പോണം ഇനി? അങ്ങ് പോണം മുകളിലേക്ക്. കറങ്ങി 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 അങ്ങ്. ഓ, ഓക്കെ. ആടിനെ കണ്ടാൽ മതിയായിരുന്നു, ഒരു കെട്ടിക്കിട്ട ആടിനെങ്കിലും അത് കണ്ടാൽ മതി. പക്ഷെ ഒരു വ്യൂ ഉണ്ടോ? ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മെയിൻ ഹൈലൈറ്റ് ആക്ച്വലി ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞ് ഒരു ആഫ്റ്റർ 3 PM ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും ഇറ്റ് വിൽ ബി മോർ പ്രിറ്റി. ഇല്ല, ഞങ്ങൾ ഫാമിലിയോടെയാണ് വന്നിരിക്കുന്നത്. അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. തിരിച്ചറിയാൻ പോകുന്നില്ല. അതെ, അനിയനും ഉണ്ട്. ദേ അനിയൻ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. പുതിയ ചാനൽ തുടങ്ങുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മൂന്നാർ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാ വരുന്നത്. കാരണം യൂഷ്വലി താഴെ ഭയങ്കര തിരക്കായിരിക്കും, ലോങ് ക്യൂസ്. ഈ ഇതിൽ വരണമെങ്കിൽ 2 hours എങ്കിലും എടുക്കും. ഇവിടെ ടിക്കറ്റ് കിട്ടി മേലോട്ടൊന്ന് കയറാൻ 2 hours എടുക്കും. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇവിടെ നടക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. പക്ഷെ ഇതൊരു വർത്തിട്ടാണ് ഈ ഒരു സമയത്ത് ഒരു ട്രിപ്പ്. അതെ, ഇത് നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ആടിനെ കണ്ടില്ലെങ്കിൽ ഇതിനെയാണ് ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അതെ, മലയാടുന്നല്ലേ പറയുന്നത്? നീൽഗിരീസ് ആടുകൾ, നീലഗിരി താർ. ഞങ്ങൾ ക്ഷീണിച്ചു. ക്ഷീണിച്ചോ? അപ്പൊ 1 kilometer ആയിരുന്നു. ഞങ്ങൾ നടന്ന് ഇത്ര വരെ എത്തി. ക്ഷീണിച്ചിവിടെ റെസ്റ്റ് ചെയ്യുവാണ്. ഇതാണ് പീനു. അവർ സ്വന്തം പീനു. ഫാദർ എങ്ങനെയുണ്ട് വ്യൂ? വ്യൂ സൂപ്പർ അല്ലേ? നടപ്പ് മാത്രമാണ്. അച്ഛൻ അവിടെയുണ്ട്. അതെ, ഇതുവരെ കണ്ടിട്ടില്ല ആടിനെ. അതാണോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ കാണുന്നത് നീലക്കുറിഞ്ഞിയാണോ? ഏയ് അല്ലല്ല, നീലക്കുറിഞ്ഞി ഇങ്ങനെയല്ല ഇരിക്കുന്നത്.
ഇതല്ല അതിന്റെ പാറ്റേൺ, അതിന്റെ ടെക്സ്ചർ അതല്ല. നമുക്ക് നടക്കാൻ തുടങ്ങാം. Oh my God. ഇത് കൊറേ ഉണ്ടല്ലോ കയറാൻ. പക്ഷെ അതെ, നല്ല ഫോട്ടോ അല്ലേ? പോയി നശിപ്പിച്ചു. പൊട്ടച്ചാരയും കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. അയ്യോ, ഇത് നീലകുറിഞ്ഞി അല്ലമ്മേ. ഏതപ്പുറത്ത്? അതോ? അതൊന്നും അല്ല. അത് നമുക്ക് 2030 ആകുമ്പോ നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളെ കൺഫ്യൂഷൻ മാറ്റിയിരിക്കുകയാണ്. ആ നീല കളറിൽ കണ്ട പൂക്കൾ നീലക്കുറിഞ്ഞല്ലാന്ന് നമ്മൾ തെളിച്ചിരിക്കുന്നു. ചോദിച്ചോ? കണ്ടോ? അവസാനം ഞാനേ കണ്ടുള്ളൂ, ഞങ്ങളെ കണ്ടുള്ളൂ. ആടിനെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഫൈനലി. ആടിന്റെ ചെവിയിൽ കണ്ടോ? Yes, of course. Okay, so finally. Good shot. ഇത് ആട്ടിൻകുട്ടിയാണ്. യെസ്, ഫൈനലി അതിനടുത്ത് കാണാൻ സാധിച്ചു. തുടരുതേ, ഇടി കിട്ടും. ഞങ്ങളങ്ങനെ അവസാനം ആടിനെ കണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. അമ്പട എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പീനുകുട്ടനാണ്. അതെ, ഞങ്ങളുടെ അമ്മയുമുണ്ട്. അച്ഛൻ ക്യാമറയിൽ നിന്ന് മറിഞ്ഞു നിൽക്കാൻ വേണ്ടി ക്യാമറയുടെ കയ്യിലപ്പോൾ നിൽപ്പുണ്ട്. ഇത്രയും ആടുണ്ട് കണ്ടോ? തൊടാൻ പാടില്ലാത്തോണ്ട് ഞാൻ തൊടുന്നില്ല. പാട്ടില്ല, എളുപ്പ കേട്ടെന്ന് കണ്ട്. എവിടെയാണ്? സോ ഞങ്ങള് ആടിനെ കണ്ടിട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ആ വഴി കണ്ടോ, അതിലാണ് താഴോട്ട് നടന്നെത്തിയത്. സോ ഇവിടെ ഈ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആണ്, നല്ല നീറ്റാണ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ വന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ്സ് ആർ അവൈലബിൾ. ഇവിടെ കോഫി ഷോപ്പുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്യാപ്പ് ഉണ്ട്, ടീഷർട്ട്സ്, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്, കീ ചെയിൻസ്, പിന്നെ യൂക്കാലി ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, അങ്ങനെ കുറച്ച് ഓയിൽസ് ഉണ്ട്. ഞാൻ ലെമൺ ഗ്രാസ് ഓയിൽ മേടിച്ചു, കാണിക്കാം. തുറന്നേക്കാം. സോ ലെമൺ ഗ്രാസ് ഓയിൽ എന്തേ കാണിച്ചു തരട്ടെ. ഇതാണ് സംഭവം. ഇതിന് നല്ല മണമാണ്. ആ കടയിൽ കയറിയപ്പോൾ തന്നെ നല്ല മണം അടിച്ചു. അപ്പോൾ അവിടുത്തെ പുള്ളിക്കാരി ചേച്ചി പറഞ്ഞു, ഇതൊരു തുള്ളി ഒഴിച്ച് ക്ലീനിങ് പർപ്പസിനാണ് ഇത് മെയിൻലി. ഒരു തുള്ളി ഒഴിച്ച് ക്ലീൻ ചെയ്താൽ മതി, നല്ല മണമായിരിക്കും. സോ അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ആണ് വേറെ ആൾക്കാർക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ലക്കം വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അച്ഛനമ്മയുണ്ട്, അടിപൊളി. എല്ലാവരും, അതെ, ഭാര്യ
അങ്ങനെ വെള്ളത്തിൽ ഫോണിൻ്റെ ചാർജ് തീരുമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. ബ്ലോഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോൾ പുള്ളിക്കാരി വഴക്കെല്ലാം മറന്നു പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. പീനുക്കുട്ടൻ ഞങ്ങൾ പൂജ പോയല്ലേ കാണിക്കേ. ആ അങ്ങനെ ചാർജ് തീരുമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ഇതാണ് കാണുന്നത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ Since my hair got cut and dyed, and I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like, and his voice is just as dark as yours. Just as light could be what I desire. Still feels like my hands are tied, hands are tied, hands are tied. 'Cause he's got those stranger eyes, stranger eyes, stranger eyes. And he could be what I like, what I like, what I like.